Hey guys, welcome back to the channel. Guys, അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാഞ്ഞതാല്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടും, എങ്ങനെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കുക, എന്നിട്ട് മാത്രമല്ല ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ യൂസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും എന്താണ് ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ നാളായിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയാലും കിട്ടുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇതിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ പിൻ കമന്റിലും കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ആദ്യമേ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആദ്യമേ രജിസ്റ്റർ ചെയ്യാൻ ലോഗിൻ ചെയ്യണം. അപ്പം നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഐഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ വെബ്സൈറ്റിന്റെ വെർഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്രോം അല്ലെങ്കിൽ സഫാരി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് അതിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UPI ആപ്ലിക്കേഷൻ അതിൽ കണക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫ്രീ ചാർജ്, മൊബിവിക്ക്, ആമസോൺ പേ, അപ്പോൾ ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മളവിടെ UPI എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ടാസ്ക് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിൽ ഓരോ എമൗണ്ടിന്റെ ടാസ്കുകൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പൊ 100, 200, 300 അങ്ങനെ ഓരോ എമൗണ്ടിന്റെ ടാസ്കുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UPI കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടാസ്ക് നമ്മൾ സെലക്ട് ചെയ്യും. 100 പേര് ടാസ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടാസ്ക് സെലക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടാസ്ക് സെലക്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അപ്പൊ ആ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ട് ചെയ്ത ഏത് UPI ആപ്ലിക്കേഷൻ ആണോ അതുവഴിയാണെന്നുണ്ടെങ്കിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് ആയാലും ഇപ്പൊ 100 രൂപയുടെ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ 100 രൂപയുടെ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് ആയാലും നമ്മൾ ആ ഒരു കംപ്ലീറ്റ് ആയ പേയ്മെന്റിന്റെ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു 12 ഡിജിറ്റ് വരുന്ന ഒരു കോഡ് ഉണ്ട്, നമ്മുടെ ട്രാൻസാക്ഷൻ കോഡ് ഉണ്ടായാലും. അപ്പം ആ ഒരു കോഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കോപ്പി ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ആ ഒരു 12 ഡിജിറ്റിന്റെ ആ ഒരു UTR ID നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്യാം. അപ്പൊ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു എമൗണ്ട് 100 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിൽ 4% ക്യാഷ് ബാക്ക് വരുന്നതാല്. അപ്പൊ വലിയ എമൗണ്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ടാസ്ക് ചെയ്യുന്ന സമയത്ത് 4% വെച്ച് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എമൗണ്ട് നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇപ്പൊ 100 രൂപയുടെ നമ്മൾ ആ ടാസ്ക് ചെയ്ത് കഴിയുമ്പോൾ 104 രൂപയായിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അക്കൗണ്ടിലായിട്ട് മാറുന്നതായിരിക്കും. ഇനിയിപ്പോ നമ്മൾ അതിൽ ഓൾറെഡി നമ്മുടെ UPI ആപ്ലിക്കേഷൻ കണക്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ UPI ആപ്ലിക്കേഷനിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ UPI ID-യിലേക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ആയിരിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അതിൽ ക്യാഷ് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതെന്താ ഇപ്പൊ നമ്മുടെ ഈ സ്ക്രീൻ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്താണ് വീഡിയോയിൽ കാണിക്കാത്തത് എന്നാൽ ഇപ്പൊ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ വീഡിയോസ് ഇപ്പൊ ചെയ്യുന്നത് വളരെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ലിങ്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ടെലിഗ്രാമിൽ ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുക. നിങ്ങൾക്ക് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലിഗ്രാമിന്റെ ID ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ അല്ല, ഓരോ സ്റ്റെപ്പ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടെലിഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ കഴിയുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ കമ്മീഷൻ ആയിട്ട് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ അതിൽ വരുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എക്സ്ട്രാ എമൗണ്ട് അല്ലെങ്കിൽ ഒരു പോക്കറ്റ് എമൗണ്ട് നിങ്ങൾക്ക് അതിൽ എയിം ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയതാല്. അപ്പൊ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓരോ ടാസ്കുകൾ ചെയ്ത് കഴിയുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് അപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാറ്റി കൊണ്ടുവന്നിട്ടിരിക്കുക. അല്ലാതെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇട്ടേക്കല്, കുറെ എമൗണ്ട് ആവാൻ വേണ്ടി ഇട്ടേക്കല്. നമ്മൾ അതിൽ കിട്ടുന്ന ആ ദിവസം തന്നെ ആണെന്നുണ്ടെങ്കിൽ
നമ്മുടെ UPI ആപ്ലിക്കേഷനിലേക്ക് തന്നെ മാറ്റുക. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ UPI ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് അത് അൺലിങ്ക് ആവാറുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ അന്ന് ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് വഴി തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ UPI ആപ്ലിക്കേഷൻ ഇപ്പോൾ ഫ്രീ ചാർജ്, മൊബിക്വിക്ക്, അതേപോലെ തന്നെ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ പേ, നമുക്ക് Paytm വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ പേ വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്നുകൂടി ലിങ്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു എമൗണ്ട്, ഈ ആപ്ലിക്കേഷനിൽ വരുന്ന ക്യാഷ് ബാക്ക് ഉൾപ്പെടെയുള്ള ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാറുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് മുൻകരുതൽ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എടുത്തിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.